ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലും ആൻഡ്രോയിഡ് പി വേർഷൻ്റെ നാവിഗേഷൻ ബാർ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഫോണിൽ നാവിഗേഷൻ ഐക്കൺസിന് പകരമായിട്ട് ഇവിടെ ഒരു നാവിഗേഷൻ ബാറാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും സ്വൈപ്പ് ചെയ്യുമ്പോൾ ഓരോ ആക്ഷനുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഈ ബാറിൽ റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റീസെൻറ്റ് ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ബാക്ക് ആവുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ റീസെൻറ്റ് ആപ്ലിക്കേഷനുകൾ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് ഹോം സ്ക്രീനിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഈ സെറ്റിംഗ്സ് ഞാൻ എൻ്റെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഈ സെറ്റിംഗ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണിത്. നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും സ്വൈപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ഓരോ കാര്യങ്ങളും നാവിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് എക്സ് ഹോം ബാർ ഫ്രീ എന്നാണ്. ആപ്ലിക്കേഷൻ നിങ്ങൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഫോളോ ചെയ്ത് പ്ലേ സ്റ്റോറിലെത്തി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഒന്നും ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എനേബിൾ ചെയ്യണം. അതിനുശേഷം അക്സസിബിലിറ്റി പെർമിഷൻ നിങ്ങൾ എനേബിൾ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഓരോ ആക്ഷനുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ എന്താണ് വരേണ്ടതെന്ന് ഇവിടെ സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഹോം ബട്ടൺ സെലക്ട് ചെയ്തു. അതിനുശേഷം സ്വൈപ്പ് ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്, ഞാനിവിടെ ബാക്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം സ്വൈപ്പ് റൈറ്റിൽ എന്താണ് വരേണ്ടത്, ഞാനിവിടെ റീസെൻറ്റ് ആപ്ലിക്കേഷനുകൾ സെലക്ട് ചെയ്തു. ഇത്രയും സെറ്റിംഗ്സുകൾ മാത്രമേ ഈ ആപ്ലിക്കേഷന് ചെയ്യാനുള്ളൂ. ബാക്കി ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഉപയോഗിച്ച് നോക്കാനായിട്ട് സാധിക്കും. ചില കാര്യങ്ങളൊക്കെ ഇവിടെ പ്രോ വേർഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഒരു സ്വൈപ്പ് ബട്ടൺ വന്നിട്ടുണ്ട്. എന്നാൽ അതിന് താഴെയായിട്ട് ഫോണിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു നാവിഗേഷൻ ബാറും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നോക്കുക, ഇങ്ങനെ ഒരു നാവിഗേഷൻ ബാറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോണിൽ ഇൻബിൽഡ് ആയിട്ടുള്ള നാവിഗേഷൻ ബാർ കളയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം സെറ്റിംഗ്സിൽ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷനിലെത്തി ഇവിടെ നാവ് ബാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഹിഡൻ നാവിഗേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് താഴെയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മുടെ ഫോണിൽ ഇൻബിൽഡ് ആയിരുന്ന ആ നാവിഗേഷൻ ബാർ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ആൻഡ്രോയിഡ് പിയിലുള്ള അതേ നാവിഗേഷൻ ബാറാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഈ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ നമ്മുടെ ഫോണിലേക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.